ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു സെൽമസ് എഞ്ചിനീയറിംഗ് വേൾഡ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സീലിങ്ങിനെ പറ്റിയാണ്. സീലിംഗ് പറയുന്നത് എന്താണ് ഒരു ഇൻറ്റീരിയർ പാർട്ടാണ് സീലിംഗ് എന്ന് പറയുന്നത്. അത് പറയുന്നത് ഓവർ ഹെഡ് ഇൻറ്റീരിയർ സർഫസ് ദാറ്റ് കവേഴ്സ് ദ അപ്പർ ലിമിറ്റ്സ് ഓഫ് എ റൂം. നമ്മൾ മുകളിലായിട്ട് റൂഫ് കണ്ടിട്ടില്ലേ? അതെന്താ, പല ടൈപ്പ് ഓഫ് മെറ്റീരിയൽസ് കൊണ്ട് നമ്മൾ ആ ഒരു ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു ലൈറ്റനിങ് ഒക്കെ കൊടുത്ത് നല്ല ഭംഗിയിലൊക്കെ ഉണ്ടാക്കും നമ്മൾ സീലിങ്സ്. അതിൽ മെയിനായിട്ട് ടൈപ്സ് ഓഫ് സീലിങ്സ് വരുന്നത് ബേസ്ഡ് ഓൺ ദ കൺസ്ട്രക്ഷൻ മെത്തേഡിലാണ്. ഒരു കൺവെൻഷണൽ സീലിംഗ് ഉണ്ട്, പ്ലാസ്റ്റർ അല്ലെങ്കിൽ കോൺക്രീറ്റ് പേജ് അല്ലെങ്കിൽ സസ്പെൻഡഡ് ഡോർ ഫെയിൽസ് സീലിംഗ് ഉണ്ട്, ഡ്രോപ്പ് സീലിംഗ്. ഇതേപോലെ സസ്പെൻഡഡ് ഒരു ഫാൾസ് സീലിംഗ് മെത്തേഡ്, ഡ്രോപ്പ് സീലിംഗ് ആയിട്ട് നമുക്ക് ഫിഗറിൽ കണ്ടാൽ മനസ്സിലാവും എന്താണ് ഒരു കൺവെൻഷണൽ സീലിംഗ്. നമ്മൾ സാധാ ഉപയോഗിക്കുന്ന സ്ലാബിൽ പ്ലാസ്റ്ററൊക്കെ ചെയ്തിട്ട് പ്ലാസ്റ്റർ ഓഫ് പാരീസ് അല്ലെങ്കിൽ ജിപ്സം വർക്ക്, അത് ഡ്യൂറബിൾ ആയിരിക്കും, ലോ മെയിൻ്റനൻസ് കോസ്റ്റ് ആയിരിക്കും. സസ്പെൻഡഡ് ഒരു ഫാൾസ് സീലിംഗ് പറയുന്നത് അല്ലെങ്കിൽ ഡ്രോപ്പ് സീലിംഗ് എന്ന് പറയുന്നത് ഒരു സെക്കൻഡറി സീലിംഗ് ആയിരിക്കും. നമുക്ക് ഒരു സീലിംഗ് ഉണ്ടാവും, അതിൻ്റെ കൂടെ ഒന്ന് ഭംഗി കൂട്ടാൻ അല്ലെങ്കിൽ MEP വർക്കൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് സർവീസിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു എക്സ്ട്രാ സ്പേസ് ആണ് സസ്പെൻഡഡ് സീൽസ് അല്ലെങ്കിൽ ഡ്രോപ്പ് സീലിങ്സിലൂടെ കവർ ചെയ്യുന്നത്. പിന്നെ സ്ട്രെച്ച് സീലിങ്സ് ഉണ്ട്, PVC ഓർ ഫാബ്രിക് മെംബ്രെയിൻസ് ആയിരിക്കും ഉപയോഗിക്കുന്നത്. ഓഫ് ഗ്ലോസി ആയിട്ട് റിഫ്ലക്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രിൻറ്റഡ് ഫിനിഷസ് ഒക്കെ ആയിരിക്കും നമ്മൾ മെയിനായിട്ട് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് ഫോട്ടോയിൽ കണ്ടാൽ മനസ്സിലാവും. അതേപോലെ മെറ്റീരിയൽസിൻ്റെ ക്ലാസിഫിക്കേഷൻ ആണെങ്കിൽ ജിപ്സം ബോർഡ് സീലിംഗ് ഉണ്ട്, POP പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഉണ്ട്, മെറ്റൽ സീലിംഗ് ഉണ്ട്. ഇതിൽ ജിപ്സം ബോർഡാണ് കോമൺലി നമ്മൾ ഉപയോഗിക്കുന്നത്. അത് ലൈറ്റ് വെയിറ്റ് ആണ്, സ്മൂത്ത് ഫിനിഷ് ആണ്, ഈസി ടു ഇൻസ്റ്റാൾ ആണ്, ഫയർ റെസിസ്റ്റൻ്റ് ആണ്, ഗുഡ് ഫോർ ഇൻറ്റീരിയർ വർക്കൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഇത് മെയിനായിട്ട് ജിപ്സം ബോർഡ് സീലിങ്സാണ് ഉപയോഗിക്കുന്നത്. ജിപ്സം ബോർഡ് തന്നെ ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഉണ്ട്. ഇതിൽ ജിപ്സം ബോർഡിന് തന്നെ നമുക്കൊരു ക്ലാസിഫിക്കേഷൻ നടത്താം. ഇത് വുഡൻ സീലിങ്സ് പറയുന്നത് ഒരു അസ്തറ്റിക് നാച്ചുറൽ ഗുഡ് അപ്പിയറൻസിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ബേസ്ഡ് ഓൺ ദ ഡിസൈൻ ആണെങ്കിൽ പ്ലെയിൻ സീലിംഗ്, കവേർഡ് സീലിംഗ്, അങ്ങനത്തെ കുറച്ച് ടൈപ്സ് ഉണ്ട്. നമ്മൾ ഡിസൈൻ ഷേപ്പിനനുസരിച്ചിട്ട് ബീം സീലിംഗ് ഏതാണോ ആ ഒരു ഇതിൽ. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ സീലിംഗ് മെറ്റീരിയൽസ് മെയിനായിട്ട് ഉപയോഗിക്കുന്ന പ്രൈമറിയിലാണെങ്കിൽ GA ചാനൽസ്, ഗാൽവനൈസ്ഡ് അയൺ സൈഡ് സ്റ്റീൽ അങ്ങനത്തെ ചാനൽസ് ഉണ്ട്, അലുമിനിയം സെക്ഷൻസ് ഉണ്ട്, വുഡൻ പാറ്റേൺസ് ഉണ്ട്. അത് പ്രൈമറി ഫ്രെയിം വർക്കിന് ഉപയോഗിക്കുന്ന കേട്ടോ. സ്റ്റഡ് അതേപോലെ ഡ്രാക്കൊക്കെ വെച്ചിട്ട് നമ്മൾ ആദ്യം എന്താട്ടും അതൊരു ഫ്രെയിമായിട്ട് കൺസ്ട്രക്ട് ചെയ്യും ഫ്രെയിം വർക്കിന് വേണ്ടിയിട്ട്. അപ്പോൾ ആ ഫ്രെയിം വർക്ക് ചെയ്ത ശേഷം സെക്കൻഡറി മെറ്റീരിയലായിട്ട് ജിപ്സം ബോർഡ്, അത് 12.5 mm അല്ലെങ്കിൽ 15 mm തിക്നെസ് ആയിട്ടുള്ള അതിനെ ഉപയോഗിക്കുന്നത്. ഈ ജിപ്സം ബോർഡ് തന്നെ ഡിഫറെൻറ്റ് കാറ്റഗറി ഉണ്ട് നമ്മൾ പറഞ്ഞല്ലോ. സോ അതിലോട്ട് കിടക്കാം. ജിപ്സം ബോർഡ് പറയുന്നത് ഒരു പ്ലാസ്റ്റർ ബോർഡ് അല്ലെങ്കിൽ ഡ്രൈ വാൾ, ഒരു വാൾ ബോർഡ് എന്നൊക്കെ പറയുന്നത് ഒരു ഷീറ്റ് മെറ്റീരിയലാണ് നമുക്കറിയാം. ജിപ്സം അത് പറയുന്നത് പ്രസ്ഡ് ബിറ്റ്വീൻ 2 ലെയേഴ്സ് ഓഫ് സ്പെഷ്യൽ പേപ്പർ, ഇങ്ങനെ പ്രസ്ഡ് ചെയ്തിട്ടുള്ള രണ്ട് ഇതിൻ്റെ ഇടയിൽ ലെയേഴ്സ് ആക്കിയിട്ട് ഉള്ളൊരു അറേഞ്ച്മെൻ്റ് ആയിരിക്കും ജിപ്സം ബോർഡ് പറഞ്ഞാൽ. ലൈറ്റ് വെയിറ്റ് ആണ്, ഈസി ടു ഇൻസ്റ്റാൾ ആൻഡ് ഫിനിഷ് ആണ്, ഫയർ റെസിസ്റ്റൻ്റ് ആണ്, ഒരു സ്മൂത്ത് ഫിനിഷ് കൊടുക്കും, സർഫസ് ആയിരിക്കും. അല്ലെങ്കിൽ പെയിൻറ്റിംഗ് ഒക്കെ ചെയ്യുമ്പോൾ അത് സ്മൂത്തായിട്ട് ഉള്ളൊരു ഫിനിഷിംഗ് ആയിരിക്കും നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ജിപ്സം ബോർഡിൽ തന്നെ ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഉണ്ടെന്ന് പറഞ്ഞു. ബേസ്ഡ് ഓൺ ദ കളർ, അതേപോലെ അതിന് ബേസ്ഡ് ഓൺ ദ പർപ്പസ്. ഇതിൽ റെഗുലറായിട്ട് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് വൈറ്റ് ബോർഡ് ഉണ്ട്. എന്താ വെച്ചാൽ ഒരു വൈറ്റ് അല്ലെങ്കിൽ ഒരു ഐവറി കളറായിരിക്കും, ജനറൽ പാർട്ടീഷന് വേണ്ടിയിട്ടായിരിക്കും ഉപയോഗിക്കുന്നത്. അതേപോലെ ഫാൾസ് സീലിങ്ങിന് അങ്ങനത്തെ ഉപയോഗിക്കുന്നത്. പിന്നെ അതിനുശേഷം നമ്മൾ പറയുന്നത് മോയ്സ്ചർ റെസിസ്റ്റൻറ്റ് ജിപ്സം ബോർഡാണ്, MR ബോർഡ് അല്ലെങ്കിൽ ഗ്രീൻ ബോർഡ്. അത് ഗ്രീൻ കളറായിരിക്കും. വെറ്റ് ഏരിയ, ബാത്റൂം, ലോണ്ട്രി അങ്ങനത്തെ ഏരിയാസിലായിരിക്കും ഉപയോഗിക്കുക. വാട്ടർ റെസിസ്റ്റൻ്റ് ചെയ്യുന്ന, വാട്ടർ റിപ്പയർ ചെയ്യുന്ന അഡിറ്റീവ്സ് ആയിരിക്കും ഉപയോഗിച്ചിട്ടുണ്ടാവുക. റെസിസ്റ്റ് മോയ്സ്ചർ ആയിരിക്കും ആൻഡ് മോൾഡ് ആയിരിക്കും. ഇത് ഗ്രീൻ കളർ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാതെ MR ബോർഡാണ്. അതേപോലെ മോയ്സ്ചർ റെസിസ്റ്റൻ്റ് ഏരിയാസാണത്. ഫയർ റെസിസ്റ്റൻറ്റ് ജിപ്സം ബോർഡ് പറയണത് ആസ് യൂഷ്വൽ നമുക്ക് ഫയർ റെസിസ്റ്റൻറ്റ് വേണ്ടി ഉപയോഗിക്കുന്നത് പിങ്ക്, റെഡ്, ഒരു സംടൈംസ് ഗ്രേ കളറിലൊക്കെ ആയിരിക്കും അത് അവൈലബിൾ ആയിട്ടുണ്ട്. അത് സൗണ്ട് പ്രൂഫ് അല്ലെങ്കിൽ അക്കോസ്റ്റിക് ജിപ്സം ബോർഡ് എന്ന് പറയുന്നത് കളർ കോഡ് ഉണ്ടാവും. അതിന് കളർ കോഡ് പറയുന്നത് ഈ ബ്ലൂ ഓർ പർപ്പിൾ കളറായിരിക്കും. തിയേറ്റേഴ്സിൽ ആയിരിക്കും മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. ഫോയിൽ പാക്ക്ഡ് ജിപ്സം ബോർഡ് പറയുന്നത് ഇസ് എ റെഗുലർ ബോർഡ് വിത്ത് അലുമിനിയം ഫോയിലായിരിക്കും.
പിന്നെ ഇമ്പാക്റ്റ് റെസിസ്റ്റൻറ്റ് ജിപ്സം ബോർഡ് ഉണ്ട്, അതേപോലെ ഫ്ലെക്സിബിൾ ജിപ്സം ബോർഡ്സ് ഉണ്ട്. ഇതിനൊക്കെ പേരിൽ നിന്ന് മനസ്സിലാക്കാം ഫ്ലെക്സിബിൾ എന്താണെന്ന്. മെയിൻലി കാറ്റഗറി ചെയ്യുമ്പോൾ റെഗുലർ, മോയ്സ്ചർ, ഫയർ റെസിസ്റ്റൻറ്റ്, അക്കോസ്റ്റിക്, ഫോയിൽ ബാക്ക്ഡ്, ഇമ്പാക്റ്റ് റെസിസ്റ്റൻറ്റ്, ഫ്ലെക്സിബിൾ ജിപ്സം ബോർഡ്, ഇതിനൊക്കെ കളർ ഐഡൻറ്റിഫിക്കേഷൻസും ഓരോ സ്പെസിഫിക്കേഷൻസും ഉണ്ട്. അതിൻ്റെ തിക്നെസ് വരുന്നത് 6.5 mm ആണ്. അതേപോലെ 9.5 ഉണ്ട്, 12.5 ഉണ്ട്, 15 ഉണ്ട്, 18 ഉണ്ട്. അതിൻ്റെ വിഡ്ത്ത് ഒരു 1.2 മീറ്റർ, അതേപോലെ ലെങ്ത്ത് 2.4 മീറ്റർ ഒക്കെ ആയിരുന്നു. സെക്കൻഡറി മെറ്റീരിയൽസ് ആയിട്ടുള്ള പി ഒ പി ഷീറ്റ് അറിയുന്നത് എന്താ, ലാസ്റ്റ് പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഉപയോഗിച്ചിട്ടുണ്ടാക്കുന്ന ഷീറ്റ്സ് സീലിങ്സിൽ ലൈറ്റ് വെയ്റ്റ് ആയിരിക്കും. എന്താ വെച്ചാൽ ഈസി ടു ഇൻസ്റ്റാൾ, സ്മൂത്താണ്, ഡെക്കറേറ്റീവ് ആയിട്ട് നമുക്ക് കിട്ടുന്നതാണത്. കോസ്റ്റ് എഫക്റ്റീവാണ്, ഫയർ റെസിസ്റ്റൻറ്റ് ടു കം എക്സ്റ്റെൻ്റ് ആണ്. ഹോംസ്, ഓഫീസ്, ഷോറൂംസ്, ഹോട്ടൽസ്, അതിൽ കുറേ അസ്തറ്റിക് അപ്പിയറൻസ് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ അക്കോസ്റ്റിക് ടൈൽസ് ഉണ്ട്, അതെന്ന് പറഞ്ഞാൽ ഇതേപോലെ മിനറൽ ഫൈബേഴ്സൊക്കെ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കുന്നത്. പിന്നെ ഫൈബർ ബോർഡ് ഉണ്ട്. ഫൈബർ ബോർഡ് പറഞ്ഞാൽ ലൈറ്റ് വെയ്റ്റ് ആയിരിക്കും. ഫൈബർ ബോർഡിൽ തന്നെ സോഫ്റ്റ് ബോർഡ്സ് ഉണ്ട്, ലോ ഡെൻസിറ്റി, സോഫ്റ്റ് എസ്റ്റെയർ ആയിരിക്കും, സൗണ്ട് അബ്സോർപ്ഷൻ ഉണ്ടാവും. പിന്നെ ഹാർഡ് ബോർഡ് ഉണ്ടാവും, ഹൈ ഡെൻസിറ്റി ആയിരിക്കും, സ്ട്രോങ്ങർ ആയിരിക്കും, റിജിഡ് ആയിരിക്കും. പിന്നെ അതിൻ്റെ ആക്സസറീസ് എന്ന് പറയുന്നത് സസ്പെൻഷൻസ്, റോഡ്സ്, ഹാങ്ങേഴ്സ്, സ്ക്രൂസ്, ജോയിൻറ്റ് ടാപ്പൊക്കെ ഉണ്ടാവും. മീഡിയം ഡെൻസിറ്റി ഫൈബർ ബോർഡ്സ് പറയുന്നത് എന്താണ്, MDF. അതേപോലെ അക്കോസ്റ്റിക് ഫൈബർ ബോർഡ്സ്, ഇതൊക്കെ ഫൈബർ ബോർഡ്സിൻ്റെ കാറ്റഗറിയാണ്. പിന്നെ സീലിംഗ് ഇൻസ്റ്റാളേഷൻ പ്രൊസീജിയേഴ്സ് പറയുന്നത് ജിപ്സം ബോർഡ് ഫാൾസ് സീലിംഗ്. അതിന് ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. അതിൻ്റെ സീലിംഗ് ഇൻസ്റ്റാളേഷൻ്റെ പ്രൊസീജിയേഴ്സ്, പ്ലാനിങ് ആൻഡ് ലേഔട്ടിങ്ങിൻ്റെ ഫസ്റ്റ്. പിന്നെ ഫ്രെയിം വർക്ക് ഇൻസ്റ്റാളേഷൻ. ഫ്രെയിം വർക്ക് അറിയുമ്പോൾ എന്താണ്, ട്രാക്കും സ്റ്റഡും വെക്കും, എന്നിട്ട് അതിനുള്ളിലായിരിക്കും നമ്മൾ ജിപ്സം ബോർഡ് ഇൻസ്റ്റാൾ ചെയ്യുക. അതിൽ പ്ലാനിങ് ഓഫ് ലേഔട്ട് എന്ന് പറയുന്നത്, പ്ലാനിങ് ആൻഡ് ലേഔട്ട് പറയുന്നത് ആദ്യം നമ്മൾ ലേഔട്ടൊക്കെ അവിടെ തന്നെ നമ്മൾ ചെയ്ത് വെക്കും, എവിടെയൊക്കെയാണ് വേണ്ടത്, ഏതൊക്കെയാണ് അതിൽ ജിപ്സം വർക്ക് വേണ്ടത് എന്നുള്ളത്. പിന്നെ ഫ്രെയിം വർക്ക് അത് ഇൻസ്റ്റാൾ ചെയ്ത് വെക്കും. അതെന്താ വെച്ചാൽ ചാനൽസ്, റോഡ്സ്, ഹാങ്ങേഴ്സൊക്കെ ഉപയോഗിച്ചിട്ട് കണക്റ്റഡ് സെക്കൻഡറി ചാനൽസ് ഉപയോഗിച്ചിട്ടൊക്കെ ചെയ്യും. ദെൻ ഇതിൽ മെയിനായിട്ട് വരുന്നത് പ്ലാനിങ് തന്നെയാണ് ഇമ്പോർട്ടൻ്റ് വരുന്നത്. എവിടെയൊക്കെയാണ് എന്നുള്ള പ്രോപ്പറായിട്ടുള്ള പ്ലാനിങ് ഇല്ലെങ്കിൽ ദാറ്റ് വിൽ ബി അത് സ്പോയിലാവും. ദെൻ ബോർഡ് ഫിക്സിങ് പറയുന്നത് കട്ട് ജിപ്സം ബോർഡ്സ്, അതേപോലെ അങ്ങനത്തെ ബോർഡ് ഫിക്സിങ് വരും. സോ കാൽക്കുലേഷൻസ് എന്ന് പറയുന്നത് ഫൈനലി നമുക്ക് സീലിങ്ങിൻ്റെ കാൽക്കുലേഷൻ സിമ്പിളായിട്ട് എടുക്കുക. നമുക്ക് മെയിനായിട്ട് വരേണ്ടത് എന്തായിരിക്കും, ഏരിയ ആയിരിക്കും. സീലിംഗ് ഏരിയ അറിയണത് ലെങ്ത്തിൻ്റെ വിടുത്ത്, ഓക്കെ ആസ് യൂഷ്വൽ. പിന്നെ എക്സാമ്പിളായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ഒരു 5 മീറ്റർ ലെങ്ത്തും 4 മീറ്റർ ഉള്ളെങ്കിൽ 5x4 ചെയ്യാം. ദെൻ ഒരു ജിപ്സം ബോർഡിൻ്റെ കാൽക്കുലേഷൻ അത് 1.2 × 2.4 ഒരു മീറ്റർ ബോർഡാണെങ്കിൽ നമുക്ക് ഈസിലി അത് കാൽക്കുലേറ്റ് ചെയ്യാം. ദെൻ മെയിൻ ചാനൽ, ഇതൊക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ക്രോസ് ചാനൽസ് 0.6 സ്പേസിംഗ് ആണെങ്കിൽ സീലിംഗ് ഏരിയ ഡിവൈഡഡ് ബൈ 0.6. പെരിമീറ്റർ ചാനൽ ആണെങ്കിൽ പെരിമീറ്റർ ഈക്വൽ ടു കാണാൻ എന്തായിരിക്കും 2 × ലെങ്ത് പ്ലസ് വിഡ്ത്ത്. അപ്രോക്സിമേറ്റ്ലി 12 സ്ക്രൂസ് പെർ ബോർഡ് വേണ്ടി വരും എന്നുള്ളൊരു അസംഷൻ ഉണ്ട്, അസ്യൂം ചെയ്തതാണ് കേട്ടോ. ഏരിയ കാണാനും അതേപോലെ അതിൽ സ്ക്രൂസ്, ജിപ്സം ബോർഡ്സ് അതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാനും. സോ ഇതെന്താ വെച്ചാൽ മെയിൻലി നല്ല ഈസി ഇൻസ്റ്റാൾ